everyone, welcome to Krish Talks. FIUGP BCom തേർഡ് സെമ്മിൻ്റെ മേജർ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ബിസിനസ് റെഗുലേഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ 3 ഇയർ ഡിഗ്രി, അതായത് നിങ്ങൾ സീനിയേഴ്സ് 3 ഇയർ ഡിഗ്രിക്കാർക്ക് ഈ ഒരു സബ്ജക്റ്റ് തേർഡ് സെമ്മിൽ പഠിക്കാനുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ സപ്ലി കിട്ടിയ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റ് ആയിരുന്നു. കാരണം ഇത് ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റായി, ഇതിൽ ഒരുപാട് ടേംസ് ഒക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ടേംസ് ആണ്. അപ്പോൾ എല്ലാം നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ തന്നെയൊക്കെ നമുക്ക് എഴുതേണ്ടി വരും. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾസ് വെച്ച് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എങ്ങനെ സപ്ലി ഇല്ലാതെ ഇത് പാസ്സാവാം, എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാം എന്നുള്ള ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ഇടുന്നത്. സോ ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഉടൻ തന്നെ നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിന് പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് നിങ്ങളുടെ എന്താ പറയുക, സീനിയേഴ്സിൻ്റെ സബ്ജക്റ്റായിട്ട് തന്നെയാണ് ഈ സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ രണ്ടാമതും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ. കുറച്ച് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ചാപ്റ്റർ മുതലേ തന്നെ പുതിയൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിസിനസ് റെഗുലേഷൻ സെർച്ച് ചെയ്യുമ്പം ചിലപ്പോൾ തേർഡ് ഇയറുകാരുടെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ FYUGP എന്നുള്ള ആ ഒരു പ്ലേലിസ്റ്റ് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 1 പോവാം, ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് റെഗുലേഷൻസ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് കീ ടേംസ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് കോൺട്രാക്ട്, എന്താണ് എഗ്രിമെൻറ്റ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. കാരണം ഇനിയുള്ള ഓരോ ചാപ്റ്റേഴ്സിലും നിങ്ങൾ ഈ ടേംസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ തുടക്കത്തിലേ തന്നെ അത് കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കി വെക്കണം. ഇതാണ് അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ടേമാണ് കോൺട്രാക്ട്. അതിനു മുൻപ് ഞാൻ എഗ്രിമെൻറ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. An agreement is a mutual understanding between parties about their rights and responsibilities. അതായത് ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അവരുടെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് നമ്മൾ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് അനുവിൻ്റെ അടുത്ത് ഞാൻ പറയാണ്, അനു എൻ്റെ ബ്ലൂ സാരി നീ ഓണത്തിന് ഉടുത്തോ, നിൻ്റെ റെഡ് സാരി എനിക്ക് ഉടുക്കാനായിട്ട് തരണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ റൈറ്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഡ്യൂട്ടീസ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സമ്മതിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ ബ്ലൂ സാരി കൊടുത്തു, അവളുടെ റെഡ് സാരി അവൾ എനിക്ക് തന്നു. ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ എഗ്രിമെൻ്റ് എന്ന് പറയുക. ആ രണ്ട് വ്യക്തികൾ അത് മനസ്സിലാക്കി അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് സെറ്റായി. ഇനി കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യത്തിൽ ഒരു ലീഗൽ ടേം കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺട്രാക്ട് എന്ന് പറയുക. A contract is a legal agreement between 2 or more parties. അതായത് ഇപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം ഒരു മുദ്ര പേപ്പറിലൊക്കെ എഴുതി സൈനൊക്കെ ചെയ്ത് അങ്ങനെ ലീഗലായിട്ട് നമ്മളത് മൂവ് ചെയ്യുകയാണെങ്കിലാണ് അത് കോൺട്രാക്റ്റ് ആയിട്ട് മാറുക. അല്ലാതെ നമ്മൾ പറയുന്നതൊക്കെ എന്താണ്, ഒരു എഗ്രിമെൻ്റ് ആണ്. അതിലൊരു ലീഗൽ ടേം കടന്നു വരുമ്പോഴാണ് അതൊരു കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നത്. ക്ലിയർ? ഇനി അതിലടുത്തൊരു ടേമാണ് പ്രോമിസ്. പ്രോമിസ് എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാനോ ഒരു കാര്യം ചെയ്യാതിരിക്കാനോ നമ്മൾ വാക്ക് പറയുന്നതിനെയാണ് പ്രോമിസ് എന്ന് പറയുക. ഇനി ഒരു കാര്യം നമ്മളൊരു പ്രപ്പോസൽ, ഒരു ആലോചന മുന്നോട്ടേക്ക് വെക്കുകയാണ്, അതിനെയാണ് നമ്മൾ ഓഫർ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ അനുവിൻ്റെ അടുത്ത് പറയുകയാണ്, അനു എൻ്റെ എന്താ പറയുക കാറ് വിൽക്കാനുണ്ട്, നീ ആയതുകൊണ്ട് ഞാനതൊരു 3 ലക്ഷം രൂപയ്ക്ക് നിനക്ക് വിൽക്കാം. ഞാനൊരു ഓഫർ വെച്ചേക്കുവാണ്, അനുവിൻ്റെ അടുത്തൊരു പ്രപ്പോസൽ വെച്ചേക്കുവാണ്. അനുവിന് അത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം. അപ്പോൾ അനു പറയാണ്, ശരി കൃഷ്ണേന്ദു, ഞാൻ ആ ഒരു ഓഫർ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് അനു പറയുന്നതിനെയാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുക. ഓക്കെ, ഞാൻ മുന്നോട്ട് വെച്ച ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിനെ പറയുന്ന ടേമാണ് ആക്സെപ്റ്റൻസ്. ഓക്കെ, ഇനി അടുത്ത ടേമാണ് എൻഫോഴ്സബിൾ ബൈ ലോ എന്ന് പറയുന്നത്. എൻഫോഴ്സബിൾ ബൈ ലോ മീൻസ് ദാറ്റ് ദ ടേംസ് ഓഫ് ദി എഗ്രിമെന്റ് ക്യാൻ ബി ലീഗലി എക്സിക്യൂട്ടഡ് ബൈ എ കോർട്ട്. അതായത് ഒരു കോൺട്രാക്ട്
നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിന് നമ്മൾ എൻഫോഴ്സബിൾ ബൈ ലോ എന്നാണ് പറയുക. ഇപ്പോൾ വല്ല ഡ്രഗ്സിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാരായം മാറ്റുന്നതിൻ്റെയോ ഒക്കെ ഒരു കോൺട്രാക്റ്റിലാണ് കോൺട്രാക്റ്റിനൊന്നും അതിന് പറയാൻ പറ്റൂല, ഒരു എഗ്രിമെൻറ്റിലൊക്കെയാണ് നമ്മൾ ഏർപ്പെട്ടെന്നുണ്ടെങ്കിൽ അത് നിയമം അംഗീകരിക്കുന്നതാണോ? അല്ലല്ലോ. അപ്പം അങ്ങനെയുള്ളതിനെ നമ്മൾ എൻഫോഴ്സബിൾ ബൈ ലോ എന്ന് പറയില്ല. അതായത് അത് ഒരിക്കലും നിയമം അംഗീകരിക്കുന്നതല്ല, ലീഗൽ ടേംസ് അതിൽ കടന്നു വരില്ല. ഓക്കെ, അല്ലാത്തത് ലീഗലി നമുക്ക് സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന എല്ലാ കോൺട്രാക്റ്റുകളെയും എഗ്രിമെൻറ്റുകളെയും നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് എൻഫോഴ്സബിൾ ബൈ ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അത് നമുക്ക് കോർട്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, അപ്പോൾ നമുക്ക് കോടതിയിൽ എന്താ പറയുക, സത്യസന്ധമായിട്ടുള്ള രീതിയിൽ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള കോൺട്രാക്റ്റ് ഓർ എഗ്രിമെൻറ്റ്സിനെ നമ്മൾ എൻഫോഴ്സബിൾ ബൈ ലോ എന്നാണ് പറയുക. ദെൻ നെക്സ്റ്റ് കൺസിഡറേഷൻ ആണ്. കൺസിഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി പറയില്ലേ കൺസിഡർ ചെയ്യുക, അതല്ല ഇവിടുത്തെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സംതിങ് ഓഫ് വാല്യൂ എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ആസ് പാർട്ട് ഓഫ് ദി കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിൽ നിർബന്ധമായിട്ടും കൺസിഡറേഷൻ വേണം. കൺസിഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണമോ പണത്തിൻ്റെ മൂല്യമുള്ള എന്തെങ്കിലോ അവിടെ കൈമാറ്റം ചെയ്തിട്ടുണ്ടാവണം. അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അനുവിൻ്റെ അടുത്ത് കാറ് ഞാൻ വിൽക്കാം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഞാൻ അനുവിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നുണ്ട്, 3 ലക്ഷം രൂപ വാങ്ങുന്നുണ്ട്. അപ്പോൾ പണം അല്ലെങ്കിൽ ഞാൻ പറയാണ്, അനു ഞാൻ എൻ്റെ കാറ് നിനക്ക് തരാം, നീ നിൻ്റെ കാറ് എനിക്ക് തിരിച്ചു തരണമെന്ന് പറയാണ്. അപ്പോൾ അവിടെയും പണത്തിൻ്റെ മൂല്യമുള്ള ഒരു സാധനം അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, പൈസ ആവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ പണമോ പണത്തിൻ്റെ മൂല്യമുള്ള എന്തിനേയും നമ്മൾ കൺസിഡറേഷൻ എന്നാണ് പറയുക. അങ്ങനെ കൺസിഡറേഷനുള്ള കോൺട്രാക്റ്റുകളാണ് റിയൽ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ഒരു ടേമാണ് കൺസെൻറ്റ്. കൺസെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതം. ഞാൻ അനുവിനെ നിർബന്ധിച്ച് കഴുത്തിൽ കത്തിയൊക്കെ വെച്ചിട്ട് കാറ് വാങ്ങിപ്പിക്കുകയല്ല ചെയ്യുന്ന, അനുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള സമ്മതം അതിലുണ്ടാവണം. അതിനെയാണ് നമ്മൾ കൺസെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടേംസ് ഇനി വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് തുടക്കത്തിലേ നമ്മൾ ഈ ടേംസ് പഠിപ്പിച്ചു തരുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിലോട്ട് പോവാണ്. ഒരു കുട്ടി ചാപ്റ്ററാണ്. നിങ്ങൾക്കിതിൽ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ബിസിനസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, എ ബിസിനസ് ഈസ് ആൻ ഓർഗനൈസേഷൻ ഓർ എൻറ്റിറ്റി എൻഗേജ്ഡ് ഇൻ കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ ഓർ പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് വിത്ത് ദ എയിം ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ലോ? ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a body of rules that are used to regulate the conduct of the members of the society, and these rules are framed by the society according to its needs. ഇപ്പോൾ ഒരു സൊസൈറ്റി ഉണ്ട്, ആ ഒരു സൊസൈറ്റിക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ നിറവേറണം എന്നുണ്ടെങ്കിൽ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് ആ കാര്യങ്ങൾ ഭംഗിയാക്കി നടത്തിക്കൊണ്ട് പോകാനാണ് അവിടെയുള്ള ആളുകൾ അത് പാലിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത്. അതിൽ കുറച്ച് റൂളുകളാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ലോ എന്താണെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഇതാണ് കേട്ടോ, ബോഡി ഓഫ് റൂൾസ് എന്നുള്ള ഒരു ടേമാണ് മനസ്സിലാക്കേണ്ടത്. യെസ്, ബോഡി ഓഫ് റൂൾസ്. ഇനി അതിൽ വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ജസ്റ്റിസ്, വെൽഫെയർ, യൂണിഫോമിറ്റി ഒക്കെ റൂൾസിലുണ്ട് എന്നുള്ളത്. ഇനി ഡിഫൈൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഡിഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞ ഡെഫിനേഷൻ വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു സിമ്പിൾ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, ഹോളണ്ട് പറഞ്ഞിട്ടുള്ള ഡെഫിനേഷനാണ്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ എഴുതണം. ഇതിലൊന്നും നിങ്ങൾ എന്താ പറയുക കൂട്ടിച്ചേർക്കാനോ വിട്ട് കളയാനോ പാടില്ല. ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിക്കുക. സോ ഹോളണ്ട് ഡിഫൈൻ ദ ലോ ആസ് law is a rule of external human actions enforced by the sovereign political authority. ഓക്കെ, അപ്പം ലോ എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക റൂൾസ് ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഹ്യൂമൻ ആക്ഷൻസിനെ തടയാനോ അല്ലെങ്കിൽ അത് ഭംഗിയാക്കി നടത്തിക്കൊണ്ട് പോകാനോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് റൂൾസ് ആണ് ഈ പറയുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത്.
ഇനി അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് ലോ എന്താണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കുറേ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, മാർക്കറ്റ് ഇൻറ്റഗ്രിറ്റിയും ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഫെയർ ട്രേഡ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും, പിന്നെ എംപ്ലോയീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, ദെൻ പാറ്റന്റ് ട്രേഡ് മാർക്സിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ എൻവയോൺമെൻറ്റിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ലോകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ലോയും ഉണ്ട്, ബിസിനസ് ലോയും ഉണ്ട്. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ആണ്, ബോഡി ഓഫ് റൂൾസ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ബിസിനസ് ലോ എന്ന് പറഞ്ഞാൽ ഈ റൂൾസിനെ നമ്മൾ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ, ഈ ലോകളെയൊക്കെ നമ്മൾ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതെന്തായി? ബിസിനസ് ലോ ആയി. ഇപ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരു മാർക്കറ്റിലുള്ള ഒരു ലോ അല്ല, ഒരു ബിസിനസ്സിലുള്ള ലോ എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് അവരുടേതായിട്ടുള്ള ലോകളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മെർക്കൻറ്റൈൽ ഓർ കൊമേഴ്ഷ്യൽ ലോ എന്നും ഇതിനെ പറയാറുണ്ട്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെ റെഗുലേറ്റ് ചെയ്യാൻ, അവിടുത്തെ ട്രേഡ് ആയിക്കോട്ടെ, അവിടുത്തെ ഇൻഡസ്ട്രീസിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ബിസിനസ് ലോ വന്നിരിക്കുന്നത്. അതിനും ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ ഈ ഒരു ചാപ്റ്ററിലെ ഒരു ടേമാണ് നേച്ചർ ഓഫ് ബിസിനസ് ലോ എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതാവുന്നതേ ഉള്ളൂ. ബിസിനസ് ലോ എന്ന് പറഞ്ഞാൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അത് നമ്മുടെ ബിസിനസ്സിനെ എന്താ പറയുക, ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അല്ലേ, അതായത് അവിടെ എംപ്ലോയീസ് ഉണ്ട്, കൺസ്യൂമേഴ്സ് ഉണ്ട്, അവിടെ ഫെയർ പ്രാക്ടീസസ് നടക്കണം, പലതരത്തിലുള്ള ഡിസ്പ്യൂട്ട്, വഴക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വഴക്കുകളെയൊക്കെ എന്താണ് സോൾവ് ചെയ്യാനായിട്ടും, അതേപോലെ തന്നെ നമ്മുടെ കോൺട്രാക്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അത് ഒരു തരത്തിലുള്ള എന്താ പറയുക, ജെൻഡർ, ഏജ് അങ്ങനെയുള്ളൊരു ഡിസ്ക്രിമിനേഷനും നമ്മളിവിടെ കാണിക്കുന്നില്ല. എല്ലാ രീതിയിലും അവരുടെ പാറ്റേൺ, ലോഗോ, കോപ്പിറൈറ്റ്, ട്രേഡ് സീക്രറ്റ്സ്, ഇതിനെ എല്ലാത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ്സിൽ കൊണ്ടുവന്നിരിക്കുന്ന ലോകളെയാണ് നമ്മൾ ബിസിനസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും പലതരത്തിലുള്ള ലോകളുണ്ട്, അത് നമ്മൾ പാലിക്കണം എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കുക. ഇതാണ് ബിസിനസ് ലോൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് ഇപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? ബിസിനസ് ലോ അല്ലെങ്കിൽ ഡിഫൈൻ ലോ, ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് ലോ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ, ഓക്കെ ആണോ എന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നമ്മുടെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എക്സാമിന് മുന്നേ നമുക്ക് ഫുൾ ചാപ്റ്റേഴ്സ് പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ പ്ലേലിസ്റ്റ് എടുക്കുന്ന സമയത്ത് FIUGP 3rd സെം ബിസിനസ് റെഗുലേഷൻ്റെ പ്ലേലിസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഈ ഒരു തമ്പനയിലുള്ള വീഡിയോസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി നിങ്ങളുടെ വേറെ സബ്ജക്റ്റുകൾ മലയാളം, ഇംഗ്ലീഷൊക്കെ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.